എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർണാടക യാത്രയിലാണ്, കബനിയിലേക്കാണ്. ഒരു നീണ്ട യാത്രയുടെ ഭാഗമായിട്ട് കബനിയിലെ കബനി കാഴ്ചകളുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. മിസ്റ്റർ കബനി എന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കൊമ്പുകളുള്ള ആനയ്ക്ക് ശേഷം കബനിയിലെ വലിയ കൊമ്പുകളുള്ളവൻ്റെ കാഴ്ചയും, ഇന്ത്യൻ കാടുകളിലെ ഏറ്റവും ഭീകരന്മാരുടെ കാഴ്ചയും, അവയ്ക്ക് മുന്നിൽ യാദൃശികമായി വന്നുപെട്ട കുറുക്കൻ്റെ വിരളമായ കാഴ്ചയും, മംഗൂസും മാനും സർപ്പൻറ്റീകളും എല്ലാം കാഴ്ചയായി എത്തുമ്പോൾ ആ കാഴ്ചകൾ മുഴുവനായി കാണുവാനും കൂടെ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കട്ടെ. നായജിക്കട്ട ചുറ്റിക്കറക്കി ഞങ്ങൾ റസുൽ ലൈനും കടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ കാഴ്ചകൾ പലതും ഞങ്ങൾക്ക് മുമ്പിൽ എത്തിയിരുന്നു. മുന്നിൽ കുറേ ദൂരെ 2 സഫാരി വണ്ടികൾ കിടക്കുന്നു. മുന്നിലെ വഴിക്ക് മുന്നിൽ നിൽക്കുന്നവനെ സൂക്ഷിച്ചു നോക്കി. ആദ്യം കരുതിയത് വൈൽഡ് ഡോഗ് അഥവാ കാട്ടുനായ്ക്കളാണ് എന്നാണ്. എന്നാൽ അതിൻ്റെ നിറവ്യത്യാസം നോക്കി വന്നപ്പോഴേക്കും അത് ഓടി കാട് കയറിയിരുന്നു. ജാക്കൽ അല്ലെങ്കിൽ കുറുക്കനാണ് മുന്നിലുള്ളത്. അതിനൊപ്പം ക്യാമറ ചലിച്ചു വന്നപ്പോൾ അവ്യക്തമായ ചില ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചത്. ഇവയെ ഇവിടെ നിന്ന് കാണുവാൻ വലിയ പാടാണ്. ആ കാഴ്ചയാണ് മുന്നിലുള്ളത്. വ്യക്തമല്ലെങ്കിലും ആ കാഴ്ച പകർത്തി മുന്നോട്ട് ചെല്ലുമ്പോൾ വഴിക്ക് കുറുകെ ഭീതിയോടെ മാനുകൾ വഴി കടക്കുന്നു. പുറകിൽ നിൽക്കുന്ന കുറുക്കനെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. അവയെ പകർത്തിയ ചിന്തകളിൽ ക്യാമറയുമായി ഇരിക്കുമ്പോൾ തന്നെ അവയുടെ ഭീതിക്ക് കാരണമെന്നൊന്ന് മുന്നിൽ വ്യക്തമായി തെളിഞ്ഞു വന്നു. കാട്ടുനായ്ക്കൾ വേട്ടയ്ക്കിറങ്ങിയതാണ്. നമുക്ക് മുന്നിലും പുറകിലും എല്ലാം അവയുണ്ട്. വളരെ ചെറുതെങ്കിലും ഇവയുടെ ഭീകരത നമ്മൾ പലപ്പോഴും നേരിൽ കണ്ടിട്ടും പകർത്തിയിട്ടുമുണ്ട്. ഒരു ഇരയെ പിടിച്ച് 10 മിനിറ്റുകൾക്കുള്ളിൽ ഒരു പൊടി പോലും ഇല്ലാതെ അകത്താക്കുന്ന ഭീകരത, ജീവനോടെ കടിച്ചു കീറുന്ന ദയനീയ കാഴ്ച എന്നിങ്ങനെ നീളുന്നു ഇവയുടെ ക്രൂരത. മുന്നിലുള്ള ഏതോ ഇരയെ പിടിക്കാനുള്ള പോക്കാണ്. വണ്ടിക്ക് മുന്നിൽ വന്ന മാനുകൾ ജീവനും കൊണ്ട് ഓടിക്കഴിഞ്ഞിരുന്നു. എങ്കിലും വയറു നിറയ്ക്കാനുള്ള ലക്ഷ്യത്തിൽ അവയെ തിരിഞ്ഞു നടക്കുകയാണ്.
അവയിൽ ഒന്നിൻ്റെ കാലിൽ മുറിവും പറ്റിയിട്ടുണ്ട്. കടുവ, പുള്ളിപ്പുലി പോലുള്ള ഏതോ ജീവിയിൽ നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത് നോക്കിയൊരു പ്രശ്നവുമല്ല. വലിയൊരു കൂട്ടമാണ് മുന്നിലുള്ളത്. കൂട്ടത്തിൻ്റെ തലവൻ ചുറ്റുവട്ടത്ത് എവിടെയോ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. ഇരുപിടുത്തത്തിൻ്റെ നേതൃത്വവും ആക്രമണം അഴിച്ചുവിടുന്നതും ഇരയെ കണ്ടുപിടിക്കുന്നതും എല്ലാം അവൻ്റെ ജോലിയാണ്. ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ വട്ടം നിന്ന് ആക്രമിച്ച് കീഴടക്കുകയാണ് പതിവ്. അതിനുവേണ്ടിയുള്ള പ്രാരംഭ നടപടികളാണ് മുന്നിൽ നടക്കുന്നത്. ഒരുപാട് സമയം കാത്തിരിക്കുവാൻ ഒപ്പമുള്ളവർക്ക് ക്ഷമയില്ലാത്തതിനാൽ പലപ്പോഴും അവയുടെ വേട്ട കാണുവാൻ നിൽക്കാതെ മറ്റു കാഴ്ചയിലേക്ക് മടങ്ങുകയാണ് പതിവ്. എന്നാൽ അടുത്ത മാനുകളുടെ അലാം കോളും നമ്മളെ അവിടെ പിടിച്ചു നിർത്തി എന്നതാണ്. ചുറ്റുവട്ടത്തെ കാഴ്ചകളിൽ മാനും മങ്കൂസും എല്ലാം ഉണ്ടായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം അവയെയും ഞാൻ പകർത്തുന്നുണ്ടായിരുന്നു. ഇതെല്ലാം മരത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സർപ്പൻ്റീകളും ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ വേട്ടയ്ക്കായുള്ള അവയുടെ കാത്തിരിപ്പ് ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് സമയം ആ കാത്തിരിപ്പ് തുടർന്നു. അവയുടെ പല ഭാവങ്ങളും കാത്തിരിപ്പും എല്ലാം കടന്ന് അവിടെ നിന്ന് മടങ്ങുവാൻ ഒരുങ്ങുമ്പോൾ ഞാൻ വണ്ടിക്ക് ഉള്ളിലേക്ക് ചുറ്റുമൊന്ന് നോക്കിയിരുന്നു. ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ കാത്തിരിക്കുന്ന ഒപ്പമുള്ളവർ തന്നെയാണ് നമ്മളിലെ ആ വലിയ കാഴ്ചയിലേക്ക് എത്തിക്കുന്നത് എന്ന സത്യം പറയാതെ പറ്റില്ല. അങ്ങനെയുള്ളവർ തന്നെയാണ് ഇന്ന് ഒപ്പമുള്ളത്. അങ്ങനെയുള്ളവർക്കൊപ്പം ഞങ്ങൾ പിന്നീട് ചെന്നത് കാക്കനക്കുട്ടയുടെ വലിയ കൊമ്പുകളുള്ളവൻ്റെ മുന്നിലേക്കായിരുന്നു. മരങ്ങളിൽ നിന്നും കൊമ്പുകളിൽ നിന്നുമെല്ലാം ഒടിച്ച് ചില്ലകൾ താഴെയിടുന്നുണ്ട്. ഒപ്പം താഴെയുള്ള പുല്ലുകളും പറിച്ചു തിന്നുന്നുണ്ടവൻ. അവനങ്ങനെ പച്ചപ്പിൽ നിറഞ്ഞു മേഞ്ഞു നിൽക്കുകയാണ്. അധികമൊന്നും പറയാനില്ല. കാക്കരക്കുട്ടയുടെ ആ സൗന്ദര്യം ഇവയുടെ അല്ലെങ്കിൽ ഇവൻ്റെ ഈ കൊമ്പുകൾ തന്നെയാണെന്ന് നിങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുക. ആ കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുക.
കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം നമ്മുടെ യാത്രകളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് MTI സഞ്ചാരം എന്നൊരു വൈൽഡ് ലൈഫ് ക്ലബ്ബുണ്ട്. അതിൽ കൂടിയാണ് നമ്മുടെ യാത്രകളും ഫോറസ്റ്റ് ക്യാമ്പുകളും എല്ലാം സംഘടിപ്പിക്കുന്നത്. അതിലുള്ള അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ സഞ്ചാരം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ ഇടാറുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അംഗങ്ങളാകാവുന്നതാണ്. തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാകൂ. വലിയ കാഴ്ചകളും വലിയ പ്രവർത്തനങ്ങൾക്കുമായി നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് മുന്നിലെത്തിയ വലിയ കാഴ്ചകളിൽ നിന്നും മടങ്ങുകയാണ്. വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ്. ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും അറിയിക്കുക. മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ, MTI.